ആനന്ദം എന്നുള്ള ചിത്രത്തിൽ ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. ഞങ്ങൾ കോളേജിലെ എല്ലാ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോകുന്നു, കാണുന്നു. ആ ഒരു വൈബിൽ കണ്ട പടമാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് റോഷൻ പിന്നീട് ചിത്രത്തിലേക്ക് വരുന്നുണ്ട്. പലരും പിന്നീട് ചിത്രങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഒരു 9 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് തോമസിനെ വീണ്ടും സ്ക്രീനിലേക്ക് കാണാൻ പോകുന്നത്. സോ എന്തുകൊണ്ടായിരുന്നു ഈ ഒരു ഗ്യാപ്പ്? സോ ഈ പടം എത്രത്തോളം പ്രിയപ്പെട്ടതാണ്? ഇപ്പോൾ 8 വർഷത്തെ ഗ്യാപ്പാണിപ്പോൾ. ഈ സിനിമ പ്രിയപ്പെട്ടതാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഷരൻ്റെ കാര്യം പറയണം. ഇപ്പം ഷരൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് ഉള്ളൊരു സമയത്താണ് ഒരു ദിവസം ഞാൻ മുകുന്ദനുണ്ണി സൂസൈസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് തിയേറ്ററിൽ. അപ്പോഴാണ് ഷരൻ്റെ കാൾ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഓഡിഷൻ ചെയ്ത് നോക്കുന്നോ എന്ന് ചോദിച്ചു. കാരണം ഷരൺ എന്നെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ താടിയൊക്കെ ആയി കുറച്ചും കൂടെ മുടിയും ഒക്കെ വളർത്തിയൊരു രീതിയിലാണ്. അപ്പം ഈ ക്യാരക്ടറിന് ഒരിക്കലും ചേരുന്ന് തോന്നിയിട്ടുണ്ടാവില്ല നാച്ചുറലി. അപ്പം ഞാൻ ഓഡിഷൻ ചെയ്യാൻ ചെന്ന് ഞാൻ താടിയൊക്കെ എടുത്തു. ഞാനൊന്ന് ഇച്ചിരി മെലിഞ്ഞ ഒരു രീതിയിൽ എങ്ങനെയാണോ കാണിക്കാൻ പറ്റുക പ്രായത്തിലോട്ട് എത്തുക എന്നുള്ളൊരു സാധനമായിരുന്നു. അപ്പം അങ്ങനെ എന്താ പറയുക, ഓരോ സ്റ്റെപ്പ് ഓഫ് ദ വേയും എനിക്ക് കൂടുതൽ ഇപ്പം സ്ക്രിപ്റ്റും എല്ലാ രീതിയിലും ഈ പടം പ്രിയപ്പെട്ടതാണ്. കുറേ പറയാനൊന്നും ഈ ഗ്യാപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനും കുറേ കഥകളുണ്ട്. ഇത്രയും നാളുണ്ടല്ലോ, 8 വർഷം എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഇടയിൽ പല പരിശ്രമങ്ങളും എല്ലാം ഉണ്ട്. ഇപ്പം ഞങ്ങൾ കുറച്ച് പേരുകൂടി ഒരു സ്ക്രിപ്റ്റ് എടുത്ത് പല പ്രൊഡക്ഷൻ ഹൗസിലും കയറി ഇറങ്ങി അതൊരു സിനിമയാക്കാൻ നോക്കി, നടന്നില്ല. അങ്ങനെ കുറേ എല്ലാവർക്കും ഉള്ള പോലത്തെ കുറേ സ്ട്രഗിളുകളുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ ഇപ്പം ഞാൻ ഇടയ്ക്ക് ഒരു ഇമെയിൽ അയക്കും. ഈ പറയുന്ന കാസ്റ്റിംഗ് കോളുകൾക്ക് ഇമെയിൽ അയക്കുമ്പം ഒരു ലൈൻ പോലെ എപ്പോഴും വെച്ചിരുന്നൊരു സാധനമാണ് ഈ പണ്ട് ഇങ്ങോട്ട് ഓപ്പർച്യൂണിറ്റി മുട്ടി വന്നപ്പം എനിക്ക് ഡോർ തുറക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ അങ്ങോട്ട് മുട്ടി നോക്കുകയാണെന്നുള്ളൊരു സാധനത്തിൽ ഇപ്പം തുറക്കുമോ എന്നുള്ള രീതിയിൽ ഞാൻ അയക്കാറുണ്ട്. അത് പലർക്കും ഇഷ്ടപ്പെട്ടിട്ട് മെയിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പലതും വർക്കൗട്ടായിട്ടില്ല. ചിലത് ലാസ്റ്റ് മിനിറ്റ് വരും, നടക്കാണ്ട് പോകും, അങ്ങനെ ഒരുപാട്. പക്ഷേ എനിക്ക് തോന്നുന്നു ആനന്ദം കഴിഞ്ഞ് ഒരു ഘട്ടത്തിലാണ് ഞാൻ തിരിച്ച് കോളേജിലേക്ക് പോകുന്ന ഒരു സ്പേസിൽ ഇപ്പം വിനീതേട്ടൻ എനിക്ക് വേണ്ടി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു കോളേജിൽ. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ തിരിച്ച് കോളേജിലെടുത്തത്. അപ്പോൾ പിന്നെ വിനീതേട്ടനോടും പേരൻസിനോടും എല്ലാവരോടും ഞാൻ കോഴ്സ് തീർക്കണമല്ലോ എന്നുള്ളൊരു സാധനമായി. അപ്പോൾ പിന്നെ എന്നെ ആണെങ്കിൽ അവിടെ നിന്ന് സിനിമയ്ക്ക് വിടത്തില്ലായിരുന്നു. ഇപ്പം മറ്റേ എന്താ പറയുക, ഇപ്പം നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ ഇപ്പം ആനന്ദം കട്ടു അടുത്ത ഷോട്ട് മറ്റേ ക്ലാസ്സിൽ നിന്ന് എൻ്റെ ബുക്കും അസൈൻമെൻറ്റൊക്കെ ഇങ്ങനെ പറന്ന് പുറത്തോട്ട് പോകണമൊക്കെയാണ്. അപ്പം ഇങ്ങനെ ഇവിടെ വന്ന് നിൽക്കുന്നു. പക്ഷേ ആനന്ദം കഴിഞ്ഞപ്പം ഐ വാസ് വെരി ഷുവർ. ഇപ്പം പലരും ചോദിച്ചു, അന്ന് ഭയങ്കര ചെറുപ്പമാണല്ലോ, സിനിമ ആണെന്ന് ഇപ്പോഴേ ഉറപ്പിക്കണോ എന്നൊക്കെയുള്ളൊരു സാധനം. പക്ഷെ എനിക്കെന്തോ ഇത് മതി, ഇത് വേണം എന്നുള്ളൊരു സാധനത്തിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചു ഈ പ്രതീക്ഷകൾ എന്താണെന്നൊക്കെ. ഈ പ്രതീക്ഷകളൊന്നും അധികം വെച്ച് പിന്നെ അത് ആയില്ലല്ലോ എന്നൊക്കെ ആലോചിക്കാനൊന്നും നിന്നില്ല. ഓടുക എന്നുള്ളൊരു